എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ലൈവ് ചെയ്തു, പക്ഷേ ഇപ്പം വീണ്ടും ഒരിക്കൽ കൂടി നമ്മളുടെ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് കാലങ്ങളായി റെക്കോർഡ് ചെയ്യാണ്ടും മറ്റുമൊക്കെ ലൈവ് ക്ലാസ്സുകൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ഈ ഒരു സൺഡേ എന്താണ് ടെറ്റിൻ്റെ എക്സാമാണ്. പിന്നെ വരുന്ന ജൂലൈ 9th ഒരു എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കുട്ടികൾക്ക് ഒരു സഹായമായിട്ടാണ് ഈ ഒരു ക്ലാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാണ്ട് തന്നെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ അതിനു മുമ്പ് പറയാനുള്ളത്, ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴൊക്കെയാണ് അവർക്ക് നമ്മളുടെ ചാനൽ കാണുന്നതും മറ്റുമൊക്കെ. അപ്പം അങ്ങനെയുള്ളവർ, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അറിയാത്ത ഒരുപാട് പേര് ഇനിയും ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് സഹായിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, സ്കെയിൽ ട്രയാങ്കിളിൻ്റെ മറ്റൊരു പേര്, സ്കെയിൽ ട്രയാങ്കിൾ അറിയപ്പെടുന്നത് എന്നൊക്കെ പറയാം. സ്കെയിൽ ട്രയാങ്കിളിൻ്റെ വേറൊരു പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം പേപ്പർ സ്കെയിൽ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, പേപ്പർ സ്കെയിൽ. അടുത്ത ചോദ്യം, അപ്പോൾ ഇതൊരു മോക്ക് ടെസ്റ്റായിട്ടൊക്കെ എടുത്തോളൂ. ഓക്കെ, അപ്പോൾ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം എന്താണ് നിങ്ങളുടെ നിലവാരം, എത്രയൊക്കെ പഠിച്ചു. ചിലപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഇട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതും ആവാം, അറിയാത്തതും, അങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ രീതിയിലായിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ എക്സാമായിട്ട് തന്നെ എഴുതിക്കോളൂ. പിന്നെ അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 2 എൽ സ്ക്വയർ അറിയപ്പെടുന്നത്, ഏത് പേരിലാണ് എൽ സ്ക്വയർ അറിയപ്പെടുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം ടെയ്ലേഴ്സ് സ്ക്വയർ. അടുത്തത് 3ാമത്തെ ചോദ്യം, മിൽട്ടൺ ക്ലോത്തിൻ്റെ വീതിയാണ് ചോദിച്ചിട്ടുള്ളത്. മിൽട്ടൺ ക്ലോത്തിൻ്റെ വീതി ഇൻ ഇഞ്ചസ്, ഇഞ്ചിൽ മിൽട്ടൺ ക്ലോത്തിൻ്റെ വീതി എത്രയാണ് എന്നാണ് ചോദ്യം. സെൻറ്റിമീറ്ററിലല്ല, ഇഞ്ചിലാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 60 ഇഞ്ച് ടു 90 ഇഞ്ച്. 60 ഇഞ്ച് മുതൽ 90 ഇഞ്ച് വരെയാണ് മിൽട്ടൺ ക്ലോത്തിന് ഉണ്ടായിരിക്കുന്ന വീതി. അടുത്ത ചോദ്യം എഴുതിക്കോളൂ. തയ്യൽ തുമ്പുകൾ മടക്കി തയ്ക്കുന്നതിനോ ബൈൻഡിങ് ചെയ്യുന്നതിനോ പകരമായി ഉപയോഗിക്കുന്നത്. തയ്യൽ തുമ്പുകൾ മടക്കി തയ്ക്കുന്നതിനോ ബൈൻഡിങ് ചെയ്യുന്നതിനോ പകരമായിട്ട് എന്താണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തരം പിങ്കിങ് സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ഉത്തരം പിങ്കിങ് സിസേഴ്സ് പകരമായി ഉപയോഗിക്കുന്നതാണ് പിങ്കിങ് സിസേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പറൊക്കെ നിങ്ങൾ ഇട്ടോളുക, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. അടുത്തത് ആം ഹോൾ, കഴുത്ത് എന്നീ വളഞ്ഞ ഭാഗങ്ങൾ ബുക്കിൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. പുസ്തകത്തിൽ ആം ഹോള്, നെക്ക് പോലുള്ള ഭാഗങ്ങൾ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഫ്രഞ്ച് കർവ്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളിതൊരു 1/2 hourൻ്റെ വീഡിയോ ആണ്, ക്ലാസ്സാണ് വിചാരിക്കുന്നത്. അതിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളത് അതിനനുസരിച്ചുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളത് നമ്പർ ഇട്ടിട്ട് എഴുതാം. അടുത്തത്, 16ാം നൂറ്റാണ്ടിൽ പ്രാബല്യത്തിൽ വന്ന എംബ്രോയ്ഡറി. 16ാം നൂറ്റാണ്ട് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള എംബ്രോയ്ഡറി.
ഉത്തരം കട്ട് വർക്ക്. ഉത്തരം കട്ട് വർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്പോഞ്ച് ഉപയോഗിക്കുന്നത്, സ്പോഞ്ച് എന്തിനാണ് സ്പോഞ്ച് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സ്പോഞ്ചിൻ്റെ ഉപയോഗം. ഉത്തരം വക്രം ചുരുക്കുന്നതിന്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? വക്രം ചുരുക്കുന്നതിനാണ് സ്പോഞ്ച് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, പശുവിൻ്റെയും കാളയുടെയും രോമങ്ങളിൽ നിന്നുള്ള നാരുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടി പറയാം. പശുവിൻ്റെയും കാളയുടെയും രോമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നാരുകൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന വസ്ത്രങ്ങൾ. ഉത്തരം ഓവർകോട്ട്, പുതപ്പ്. ഉത്തരം ഓവർകോട്ട്, പുതപ്പ്. അടുത്ത ചോദ്യം, പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള നാരുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന തുണിത്തരങ്ങൾ. 15 സെൻറ്റിമീറ്റർ നീളമുള്ള നാരുകൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെയുള്ള വസ്ത്രങ്ങളായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിനാണ് ഈ ഒരു നാരുകൾ ഉപയോഗിക്കുന്നത്. വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, പരുത്തി തുണികൾ ചുരുങ്ങുന്നതിനുള്ള കാരണം. എന്തുകൊണ്ടാണ് പരുത്തി തുണികൾ ചുരുങ്ങുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം നനയ്ക്കുമ്പോൾ, അതായത് വസ്ത്രം നനയ്ക്കുന്ന സമയത്ത് നൂലുകൾക്കിടയിൽ വെള്ളം കയറുന്നത് കൊണ്ടാണ് പരുത്തി തുണികൾ ചുരുങ്ങുന്നത്. നനയ്ക്കുമ്പോൾ നൂലുകൾക്കിടയിൽ വെള്ളം കയറുന്നത് കൊണ്ടാണ് തുണികൾ ചുരുങ്ങുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പാഡ് സ്റ്റിച്ച് എന്നത് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പാഡ് സ്റ്റിച്ച് എന്നത് ഉത്തരം ഒരു തരം ടാക്കിംഗ് സ്റ്റിച്ചാണ് പാഡ് സ്റ്റിച്ച്. അടുത്തത്, ഹൊറിസോണ്ടൽ ബട്ടൺ ഹോൾ എന്നത് എന്താണ്? ഈ ഹൊറിസോണ്ടൽ ബട്ടൺ ഹോൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഹൊറിസോണ്ടൽ ബട്ടൺ ഹോൾ എന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഊടുനൂലുകൾക്ക് സമാന്തരമായി ബട്ടൺ ഹോൾ തയ്ക്കുന്ന രീതി, അല്ലെങ്കിൽ തയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹൊറിസോണ്ടൽ ബട്ടൺ ഹോൾ എന്ന് പറയുന്നത്. ഊടുനൂലുകൾക്ക് സമാന്തരമായി ബട്ടൺ ഹോൾ തയ്ക്കുന്നതാണ് ഹൊറിസോണ്ടൽ ബട്ടൺ ഹോൾ. അടുത്ത ചോദ്യം, സ്റ്റാർ സ്റ്റിച്ചിൻ്റെ നല്ല വശം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. സ്റ്റാർ സ്റ്റിച്ചിൻ്റെ നല്ല വശം. ഉത്തരം ഡബിൾ ക്രോസ് പോലെയാണ് സ്റ്റാർ സ്റ്റിച്ചിൻ്റെ നല്ല വശം ഉണ്ടായിരിക്കുക. അടുത്ത ചോദ്യം, ഹോൾബിയൻ സ്റ്റിച്ച് എന്നത് എന്താണ്? ഈ ഹോൾബിയൻ സ്റ്റിച്ച് എന്നത് ഉത്തരം ഒരു തരം ഇഴ ഊരി തയ്യലാണെന്ത്? ഹോൾബിയൻ സ്റ്റിച്ച്. ഒരു തരം ഇഴ ഊരി തയ്യൽ ആണ് ഹോൾബിയൻ സ്റ്റിച്ച്. അടുത്ത ചോദ്യം, ഐലറ്റ് ഹോൾ കൂടുതലായി ഉപയോഗിക്കുന്ന സന്ദർഭം അല്ലെങ്കിൽ എംബ്രോയ്ഡറി. ഐലറ്റ് ഹോള് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എംബ്രോയ്ഡറി ഏതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തരം ഇംഗ്ലീഷ് എംബ്രോയ്ഡറി.
അടുത്ത ചോദ്യം, ഷെയ്ഡഡ് എംബ്രോയ്ഡറി ഉപയോഗിക്കുന്ന സന്ദർഭം. ഷെയ്ഡഡ് എംബ്രോയ്ഡറി ഉപയോഗിക്കുന്ന സന്ദർഭം. ഉത്തരം, വലിയ പൂക്കളും ഇലകളും തയ്ക്കുന്നതിനാണ് ഷെയ്ഡഡ് എംബ്രോയ്ഡറി ഉപയോഗിക്കുന്നത്. വലിയ പൂക്കളും ഇലകളും തയ്ക്കുന്നതിനാണ് ഷെയ്ഡഡ് എംബ്രോയ്ഡറി ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊപ്പോർഷണൽ പാറ്റേൺ എന്നറിയപ്പെടുന്നത്. പ്രൊപ്പോർഷണൽ പാറ്റേൺ എന്നറിയപ്പെടുന്നത്. ഉത്തരം, ബ്ലോക്ക് പാറ്റേൺ. ഉത്തരം, ബ്ലോക്ക് പാറ്റേൺ. അടുത്ത ചോദ്യം, നിയമാനുസരണം നിർമ്മിക്കുന്നതും ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള പാറ്റേൺ. നിയമാനുസരണം നിർമ്മിക്കുന്നതും ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള പാറ്റേൺ. ഗ്രേഡഡ് പാറ്റേൺ. അടുത്ത ചോദ്യം, ബ്ലോക്ക് പാറ്റേണിൻ്റെ ചെസ്റ്റ് അളവ് അല്ലെങ്കിൽ നെഞ്ചളവ് വരുന്നത്. ബ്ലോക്ക് പാറ്റേണിൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദ്യം. ഉത്തരം, 92 സെൻറ്റിമീറ്റർ. 92 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം, ഒരാളുടെ പൊക്കം തന്നിരുന്നാൽ, അതായത് ഉയരം തന്നിരുന്നാൽ നിക്കറിൻ്റെ അളവ് കണ്ടുപിടിക്കുന്ന വിധം. ഉത്തരം, പൊക്കത്തിൻ്റെ, അതായത് 3/8 -10 സെൻറ്റിമീറ്റർ നിക്കർ തയ്ക്കാനായിട്ട് എടുക്കേണ്ട അളവെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പഫ് സ്ലീവിന് തുണി മുറിക്കുന്ന ദിശ. പഫ് സ്ലീവിന് തുണി മുറിക്കുന്ന ദിശ. ഉത്തരം, ക്രോസ് വൈസ് അല്ലെങ്കിൽ ക്രോസ് ആയി. ഉത്തരം, ക്രോസ് ആയിട്ടാണ് പഫ് സ്ലീവിന് തുണികൾ മുറിക്കേണ്ടത് അല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലെയിൻ മെറ്റീരിയൽ. എന്താണ് ഈ പ്ലെയിൻ മെറ്റീരിയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്ലെയിൻ മെറ്റീരിയൽ. ഉത്തരം, നല്ല വശവും ചീത്ത വശവും ഒരുപോലെ കാണപ്പെടുന്ന തുണികളെയാണ് നമ്മൾ എന്ത് പറയുക? പ്ലെയിൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒഴുക്കൻ തുണികൾ എന്ന് പറയുന്നത്. നല്ല വശവും ചീത്ത വശവും ഒരുപോലെ കാണപ്പെടുന്ന തുണികളാണ് പ്ലെയിൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒഴുക്കൻ തുണികൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്രോസായി തുണി മുറിക്കുന്ന സന്ദർഭം. ക്രോസായിട്ട്, ക്രോസ് വൈസിൽ തുണി മുറിക്കുന്ന സന്ദർഭം. എന്തിനു വേണ്ടിയിട്ടാണ് ക്രോസായിട്ട് തുണി കട്ട് ചെയ്യണത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം, പൈപ്പിങ്ങിന്. ഉത്തരം, പൈപ്പിങ്ങിന്. അടുത്ത ചോദ്യം, ഷർട്ടുകൾക്ക് ഉപയോഗിക്കുന്ന ബട്ടൺ ഹോൾ. ഷർട്ടുകൾക്ക് ഉപയോഗിക്കുന്ന ബട്ടൺ ഹോൾ. ഉത്തരം, നേരെയുള്ള ബട്ടൺ ഹോൾ. നേരെയുള്ള ബട്ടൺ ഹോൾ അല്ലെങ്കിൽ വെർട്ടിക്കൽ ബട്ടൺ ഹോൾ. അടുത്ത ക്വസ്റ്റ്യൻ, ബോക്സ് പ്ലേറ്റ് തയ്ച്ച് അതിൻ്റെ അറ്റത്ത് 2 സൈഡിലും 3/4 സെൻറ്റിമീറ്റർ വീതം തയ്ക്കുന്നത്. ബോക്സ് പ്ലേറ്റ് നടുവിൽ തയ്ച്ച് അതിൻ്റെ 2 സൈഡിലും 3/4 സെൻറ്റിമീറ്റർ വീതം തയ്ക്കുന്നത് എന്താണ് എന്ന്, അല്ലെങ്കിൽ എന്തിനെയാണ് അങ്ങനെ തയ്ക്കുക എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം, പെർമനൻറ്റ് പ്ലീറ്റ്. എന്താണ് ഉത്തരം? പെർമനൻറ്റ് പ്ലീറ്റ്. പെർമനൻറ്റ് പ്ലീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാണിങ് ഉപയോഗിക്കുന്ന സന്ദർഭം. ഡാണിങ് എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഡാണിങ്. ഉത്തരം, വസ്ത്രങ്ങളിൽ ചെറിയ കീറലുകളിൽ ചെയ്യുന്ന കേടുപാട് തീർക്കൽ പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സാണ് ഡാണിങ്. ചെറിയ കീറലുകളിൽ ചെയ്യുന്ന കേടുപാട് തീർക്കൽ പ്രക്രിയ. അടുത്ത ക്വസ്റ്റ്യൻ, വളരെ ബലമുള്ളതും ഉറപ്പുള്ളതുമായ തുണികളിൽ തയ്ക്കുന്ന എംബ്രോയ്ഡറി. വളരെ ബലമുള്ളതും
ഉറപ്പുള്ളതുമായിട്ടുള്ള തുണികളിൽ തയ്ക്കുന്ന എംബ്രോയ്ഡറി. ഉത്തരം ഗോൾഡ് എംബ്രോയ്ഡറി. ഉത്തരം ഗോൾഡ് എംബ്രോയ്ഡറി. അടുത്ത ചോദ്യം, കോട്ട് ബ്രഷ് ഉപയോഗിക്കുന്ന സന്ദർഭം. കോട്ട് ബ്രഷ് ഉപയോഗിക്കുന്ന സന്ദർഭം. ഉത്തരം കമ്പിളിക്കോട്ടുകൾ വൃത്തിയാക്കുന്നതിനാണ് കോട്ട് ബ്രഷ് ഉപയോഗിക്കുന്നത്. കമ്പിളിക്കോട്ടുകൾ വൃത്തിയാക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസ്സിംഗ് പാഡിൻ്റെ ഉപയോഗം. പ്രസ്സിംഗ് പാഡിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ പ്രസ്സിംഗ് പാഡ് ഉപയോഗിക്കുന്ന സന്ദർഭം. ബ്ലൗസ് അയൺ ചെയ്യാൻ അല്ലെങ്കിൽ ഇസ്തിരി ഇടാനാണ് പ്രസ്സിംഗ് പാഡ് ഉപയോഗിക്കുന്നത്. ബ്ലൗസ് ഇസ്തിരി ഇടാനാണ് ഉപയോഗിക്കുന്നത്. സീറ്റ് ആംഗിൾ. എന്താണ് ഈ സീറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്നാണ് ക്വസ്റ്റ്യൻ. സീറ്റ് ആംഗിൾ. ഉത്തരം സീറ്റ് ലൈനിൽ ഫ്ലൈ വയ്ക്കുന്ന ഭാഗത്തുള്ള കോണാണ് അല്ലെങ്കിൽ ആംഗിളാണ് എന്ത്? സീറ്റ് ആംഗിൾ. സീറ്റ് ലൈനിൽ ഫ്ലൈ വയ്ക്കുന്ന ഭാഗത്തുള്ള കോണാണ് സീറ്റ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിളാണ് സീറ്റ് ആംഗിൾ. അടുത്ത ചോദ്യം, ഇൻ്റർഫേസിങ്. എന്താണ് ഇൻ്റർഫേസിങ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇൻ്റർഫേസിങ്. ഉത്തരം യഥാർത്ഥ വസ്ത്രത്തിനും ഫേസിങ്ങിനും ഇടയ്ക്ക് വെച്ച് തയ്ക്കുന്ന തുണിയാണ് ഇൻ്റർഫേസിങ് എന്ന് പറയുന്നത്. യഥാർത്ഥ വസ്ത്രത്തിനും ഫേസിങ്ങിനും ഇടയ്ക്ക് വെച്ച് തയ്ക്കുന്ന തുണിയാണ് ഇൻ്റർഫേസിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലെയിൻ സീം എന്നത്. പ്ലെയിൻ സീം. ഉത്തരം 3/4 സെൻറ്റിമീറ്റർ വീതിയിൽ തയ്യൽ തുമ്പെടുത്ത് കൈകൊണ്ടോ മെഷീനിലോ വെച്ച് തയ്ക്കുന്ന തയ്യലാണ്. കൈകൊണ്ട് തുന്നുകയോ അല്ലെങ്കിൽ മെഷീനിലോ വെച്ച് തയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലെയിൻ സീം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സൾഫർ വർണ്ണം ഉപയോഗിക്കുന്ന സന്ദർഭം. സൾഫർ വർണ്ണം എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. സൾഫർ വർണ്ണം. ഉത്തരം രജായ് കവർ, ക്വിൽറ്റ് കവർ മുതലായവയിൽ ഉപയോഗിക്കുന്നതാണ് എന്ത്? സൾഫർ വർണ്ണം. രജായ് കവർ, ക്വിൽറ്റ് കവർ. അടുത്ത ചോദ്യം, കാഴ്ചയ്ക്ക് അതായത് കാണുന്നതിന് കമ്പിളി പോലെ തോന്നിക്കുന്ന തുണി. കാഴ്ചയ്ക്ക് കമ്പിളി പോലെ തോന്നിക്കുന്ന തുണി. ഉത്തരം മിൽട്ടൺ ക്ലോത്ത്. ഉത്തരം മിൽട്ടൺ ക്ലോത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, സിംഗർ മെഷീൻ നിർമ്മാണം തുടങ്ങിയ വർഷം. സിംഗർ മെഷീൻ നിർമ്മാണം തുടങ്ങിയ അല്ലെങ്കിൽ നിർമ്മിച്ചു തുടങ്ങിയ വർഷം. ഉത്തരം 1851. ഉത്തരം 1851. അടുത്ത ചോദ്യം, സ്ലോട്ട് എന്നത്. SLOT. സ്ലോട്ട് എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ലോട്ട് എന്നത്. ഉത്തരം ബോബിൻ കേസിൽ കാണപ്പെടുന്ന കീറലിനെയാണ് എന്ത് പറയുന്നത്? സ്ലോട്ട്. ബോബിൻ കേസിൽ കാണപ്പെടുന്ന കീറൽ ആണ് സ്ലോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ട്രീം ലൈൻ മോഡൽ തയ്യൽ മെഷീൻ്റെ നിർമ്മാതാക്കൾ. സ്ട്രീം ലൈൻ മോഡൽ തയ്യൽ മെഷീൻ്റെ നിർമ്മാതാക്കൾ ആരാണ്? ഉത്തരം ഉഷ. ഉത്തരം ഉഷക്കാരുടെയാണ് സ്ട്രീം ലൈൻ മോഡൽ. അടുത്ത ക്വസ്റ്റ്യൻ, തയ്യൽക്കാരൻ്റെ ജോലി ഭാരം കുറയ്ക്കുന്നതിന് പ്രത്യേകം
ഭാഗങ്ങൾ മെഷീനിൽ ഉറപ്പിക്കുന്നതിന് പറയണ ആ ഭാഗങ്ങളുടെ പേര്. തയ്യൽക്കാരൻ്റെ ജോലിഭാരം കുറയ്ക്കുന്നതിന് സഹായകമായിട്ടുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്നത് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഉത്തരം അനുബന്ധങ്ങൾ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്സ്. ഉത്തരം അനുബന്ധങ്ങൾ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഡാണർ എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാണർ എന്നത് ഒരു തരം ഫ്രെയിം ആണെന്ത്? ഡാണർ. ഒരു തരം ഫ്രെയിം. അടുത്ത ചോദ്യം, 4 നാരുകൾ അടങ്ങിയിട്ടുള്ള നൂലിൻ്റെ നമ്പർ. 4 നാരുകൾ അടങ്ങിയിട്ടുള്ള നൂലിൻ്റെ നമ്പർ. ഉത്തരം 10-ാം നമ്പർ. ഉത്തരം 10-ാം നമ്പർ. അടുത്ത ചോദ്യം, സാധാരണ തയ്യൽക്കാർ ഉപയോഗിക്കുന്ന സൂചി. സാധാരണ തയ്യൽക്കാർ ഉപയോഗിക്കുന്ന സൂചി. ഉത്തരം ഫ്ലാറ്റ് ഹെഡഡ് നീഡിൽ. ഉത്തരം ഫ്ലാറ്റ് ഹെഡഡ് നീഡിൽ. അടുത്ത ചോദ്യം, ഈവൻ ബാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന നൂല്. ഈവൻ ബാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന നൂല്. ഉത്തരം നല്ല കട്ടി കൂടിയ നൂലാണ് ഉപയോഗിക്കുന്നത്. കട്ടി കൂടിയ നൂല്. അടുത്ത ചോദ്യം, സാറ്റിൻ നെയ്ത്തിൻ്റെ നല്ല വശം. സാറ്റിൻ നെയ്ത്തിൻ്റെ നല്ല വശം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. സാറ്റിൻ നെയ്ത്തിൻ്റെ നല്ല വശം. ഉത്തരം നല്ല തിളക്കവും മാർദ്ദവവും ഉള്ളതായിരിക്കും. നല്ല തിളക്കവും മാർദ്ദവവും, അതായത് സോഫ്റ്റും ആയിരിക്കും എന്ത്? സാറ്റിൻ നെയ്ത്തിൻ്റെ നല്ല വശം. അടുത്ത ക്വസ്റ്റ്യൻ, അരക്കെട്ട് മുതൽ കണങ്കാൽ വരെ എടുക്കുന്ന അളവ്. അരക്കെട്ട് മുതൽ, അതായത് വേസ്റ്റ് മുതൽ കണങ്കാൽ വരെ എടുക്കുന്ന അളവ്. ഉത്തരം ഫുൾ ലെങ്ത് ഓഫ് സ്കേർട്ട്. ഉത്തരം ഫുൾ ലെങ്ത് ഓഫ് സ്കേർട്ട്. അടുത്ത ചോദ്യം, പാറ്റേൺ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പാറ്റേൺ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം തയ്യൽക്കാരുടെ ആപ്തമിത്രം. ആത്മമിത്രമല്ല, ആപ്തമിത്രമാണ് എന്നാണ് അറിയപ്പെടുന്നത് പാറ്റേൺ. അടുത്ത ചോദ്യം, അനാട്ടമി. എന്താണ് അനാട്ടമി എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അനാട്ടമി അല്ലെങ്കിൽ അനാട്ടമി എന്നത്. ഉത്തരം ശരീരഘടനാശാസ്ത്രം. എന്താണ്? ശരീരഘടനാശാസ്ത്രം ആണ് അനാട്ടമി. അടുത്ത ക്വസ്റ്റ്യൻ, നെയ്പ്പ് ഓഫ് നെക്ക്. എന്താണ് നെയ്പ്പ് ഓഫ് നെക്ക്? നിങ്ങൾക്ക് അറിയുന്നതാണ്. ഒരുപാട് ധാരാളം കേട്ടിട്ടുള്ളതാണ് ഈ നെയ്പ്പ് ഓഫ് നെക്ക്. എന്താണ് നെയ്പ്പ് ഓഫ് നെക്ക് എന്ന് പറഞ്ഞാൽ? നെയ്പ്പ് ഓഫ് നെക്ക്. ഉത്തരം തലയും ഉടലും യോജിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയണത്? നെയ്പ്പ് ഓഫ് നെക്ക്. തലയും ഉടലും യോജിക്കുന്ന ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലൈഡിംഗ് ജോയിൻ്റിൻ്റെ പ്രത്യേകത. ഗ്ലൈഡിംഗ് ജോയിൻ്റ് എങ്ങനെയുള്ളതായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഗ്ലൈഡിംഗ് ജോയിൻ്റ്.
ഉത്തരം രണ്ട് വശത്തേക്കും വളയ്ക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സന്ധികളാണ് സന്ധിയാണ് എന്താ അറിയപ്പെടുന്നത്? ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. രണ്ട് വശത്തേക്കും വളയ്ക്കാൻ സാധിക്കുന്ന സന്ധിയാണ് ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, പുരുഷന്മാരുടെ വളർച്ച നിലയ്ക്കുന്ന പ്രായം. ഉത്തരം 25 വയസ്സ്. ഉത്തരം 25 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, അബ്നോർമൽ ഫിഗർ. എന്താണ് അബ്നോർമൽ ഫിഗർ? അപസാമാന്യ ശരീരാകൃതി എന്താണ്? അപസാമാന്യ ശരീരാകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പൊക്കത്തിനനുസരിച്ച് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് വളർച്ച ഇല്ലാത്ത തരത്തിലുള്ള ശരീരാകൃതിയാണ് അപസാമാന്യ ശരീരാകൃതി. പൊക്കത്തിനനുസരിച്ച് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് വളർച്ച ഇല്ലാത്ത തരത്തിലുള്ള ശരീരാകൃതി അല്ലെങ്കിൽ ശരീരപ്രകൃതിയാണ് അപസാമാന്യ ശരീരാകൃതി അല്ലെങ്കിൽ അബ്നോർമൽ ഫിഗർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇറക്റ്റ് ഫിഗറിൻ്റെ കഴുത്ത് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇറക്റ്റ് ഫിഗർ അതായത് നിവർന്ന ശരീരാകൃതിയിൽ അല്ലെങ്കിൽ ശരീരാകൃതി ഉള്ളവരുടെ കഴുത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം പുറകോട്ടായിരിക്കും. എന്താണ് ഉത്തരം? പുറകോട്ടായിരിക്കും. അപ്പോൾ ഓക്കെ, ഇത്ര മതി. ഒരു സെഷനിൽ ഏകദേശം അരമണിക്കൂറാണ് നമ്മൾ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഒക്കെ ഇതിനു മുമ്പുള്ളതും പോയി കാണുക. ലൈവുകൾ ഒരുപാട് 1.5 മണിക്കൂർ വരുന്ന ലൈവൊക്കെ നമ്മളിതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ സൺഡേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണുക. എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കുക. ഓരോ പോർഷൻസും എഴുതി വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു ചെറിയൊരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ പറ്റുന്ന സമയത്ത് നമ്മളുടെ ക്ലാസ്സുകളുമായിട്ടുടനെ തന്നെ വരും. പിന്നെ അതുപോലെ തന്നെ ലൈവ് ഇനി അടുത്ത എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ അറിയിക്കും. അതുപോലെ നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പുതിയ ബാച്ചുകൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വരുന്ന എക്സാമുകൾ, ഇൻസ്ട്രക്ടറിൻ്റെ ബാച്ചിലേക്കുള്ള എക്സാമുകൾ, അതുപോലെ തന്നെ HSA വയനാട് അതിൻ്റെ പോസ്റ്റിലേക്കുള്ള പരീക്ഷയ്ക്കുള്ള ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴാണ് എന്തുണ്ടാവുക, ഈ സാധനങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ പതിയുള്ളൂ. അപ്പോൾ ഈ സൺഡേ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. ഓക്കെ, അപ്പോൾ ഇനിയും ഒഴിവ് കിട്ടുന്ന സമയത്ത് ഇതുപോലെ സമയം ഉണ്ടാവുമ്പം ക്ലാസ്സുകളിടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.